അസാമിന്റെ സംസ്ഥാന മൃഗം ഇന്ത്യൻ കാണ്ടാമൃഗമാണ്. മൂക്കിനടുത്തായി കാണുന്ന ഒന്നോ രണ്ടോ കൊമ്പുകളാണ് ഇവയുടെ സവിശേഷത. മനുഷ്യരുടെ ദേഹത്തിലുള്ള കെരാറ്റിൻ തന്നെയാണ് കാണ്ടാമൃഗത്തിന്റെ കൊമ്പിലും അടങ്ങിയിരിക്കുന്നത്. ജനിച്ച 1 വർഷത്തിന് ശേഷമാണ് ഇവയ്ക്ക് കൊമ്പുണ്ടാകുന്നത്. രോമങ്ങളും സ്കിന്നിന്റെ ഔട്ടർ ലെയറും കൂടി കട്ടിയായാണ് കൊമ്പ് മുളയ്ക്കുന്നത്. ആണിനും പെണ്ണിനും കൊമ്പുണ്ട്. കൊമ്പിന്റെ നീളം ഏകദേശം 25 മുതൽ 36 സെന്റിമീറ്റർ വരെയാണ്. 3000 കിലോഗ്രാം ഭാരമുള്ള ഇവയ്ക്ക് 7 അടി വരെ ഉയരമുണ്ട്. നല്ല കാഴ്ചശക്തിയും കേൾവിശക്തിയുമുള്ള ഇവയ്ക്ക് ശരീരരോമങ്ങൾ വളരെ കുറവാണ്. ഇന്ത്യൻ കാണ്ടാമൃഗം ഇളം ചാര നിറത്തിലാണുള്ളത്. ഇന്ത്യയിലെ കാണ്ടാമൃഗങ്ങളിൽ 3-ൽ 2 അസാമിലാണുള്ളത്. അസാമിലെ കാസിരംഗ ദേശീയ പാർക്കിൽ ഇവയെ സംരക്ഷിക്കുന്നു. കാസിരംഗ ദേശീയ പാർക്കിന്റെ മുഖമുദ്ര തന്നെ ഈ കാണ്ടാമൃഗങ്ങളാണ്. ഇവ ഇന്ത്യ, ഭൂട്ടാൻ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ കണ്ടുവരുന്നു. 3 കുളമ്പുള്ള സസ്തനികളും ആന കഴിഞ്ഞാൽ കരയിലെ ഏറ്റവും വലിയ സസ്തനികളും കാണ്ടാമൃഗങ്ങളാണ്. കുഞ്ഞുങ്ങളെ മുലപ്പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ. നന്നായി നീന്തുന്ന ഇവ കരയിലൂടെ മണിക്കൂർ 40 കിലോമീറ്റർ വേഗത്തിൽ ഓടുവാൻ സാധിക്കും. ഇന്ത്യൻ കാണ്ടാമൃഗങ്ങൾക്ക് കാഴ്ചശക്തി കുറവാണ്. സസ്യഭുക്കുകളായ ഇവയുടെ ഇഷ്ടഭക്ഷണം പുല്ല്, പഴങ്ങൾ, ഇലകൾ, ജലസസ്യങ്ങൾ എന്നിവയാണ്. രാവിലെ അല്ലെങ്കിൽ സന്ധ്യയ്ക്കാണ് ഇവ തീറ്റ തേടി ഇറങ്ങുക. പ്രായപൂർത്തിയായ ആൺ കാണ്ടാമൃഗങ്ങൾ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. പെൺ കാണ്ടാമൃഗങ്ങൾ കൂട്ടം കൂട്ടമായി കണ്ടുവരുന്നു. ആൺ കാണ്ടാമൃഗം പെൺ കാണ്ടാമൃഗങ്ങളെക്കാൾ വലുതാണ്. വിപണിയിൽ വൻ വിലയുള്ള കൊമ്പിന് വേണ്ടിയാണ് ഇവയെ വേട്ടയാടുന്നത്. ചൈനയിലും വിയറ്റ്നാമിലും പരമ്പരാഗത മരുന്നുകൾക്ക് വേണ്ടിയാണ് കൊമ്പെടുക്കുന്നത്. ചൈനീസ് വൈദ്യത്തിൽ പനിയും മറ്റ് അണുബാധയ്ക്കും ഫലപ്രദമായ ഔഷധമായി കാണ്ടാമൃഗത്തിന്റെ കൊമ്പിനെ കണക്കാക്കാറുണ്ട്. എന്നാൽ ഇതിൽ ഔഷധ ഗുണങ്ങളുള്ളതായി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. വേട്ടയും ആവാസ വ്യവസ്ഥ കൃഷിയിടമാക്കിയതും ഇന്ത്യൻ കാണ്ടാമൃഗങ്ങൾ വംശനാശത്തിലേക്ക് നീങ്ങി. ഇവയുടെ ഗർഭകാലം 16 മാസമാണ്. ഒരു തവണ ഒരു കുഞ്ഞിനെ മാത്രമേ പ്രസവിക്കൂ. വലിയ ശരീരം, കട്ടിയുള്ള തൊലി, ഉറച്ച കൊമ്പ് ഇവയൊക്കെ ഉള്ളതിനാൽ മറ്റു വലിയ ജീവികളൊന്നും കാണ്ടാമൃഗങ്ങളെ ഇരയാക്കാൻ വരില്ല. ഭയന്നാൽ എതിരെ വരുന്നവയെ കടന്നാക്രമിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നും പ്രാണികളുടെ കടിയേറ്റത്തിൽ നിന്നും ചർമ്മത്തെ സംരക്ഷിക്കുന്നതിനായും ശരീര താപനില കുറയ്ക്കുന്നതിനും ചെളിയിൽ പുതഞ്ഞു കിടക്കുന്നു.